ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഗൃഹസമ്പർക്ക പരിപാടിക്ക് പെരുമാറ്റച്ചട്ടവുമായി CPIM. ജനങ്ങളുമായി തർക്കിക്കരുതെന്ന് പ്രവർത്തകർക്ക് നിർദ്ദേശം. ഇടയ്ക്ക് കയറി സംസാരിക്കരുതെന്നും ക്ഷമാപൂർവ്വം മറുപടി പറയണമെന്നും നിർദ്ദേശം. പത്മകുമാറിനെതിരെ ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് പറയണം. RSSനും ജമാഅത്തെ ഇസ്ലാമിക്കുമെതിരായ വിമർശനങ്ങൾ വിശ്വാസികൾക്കെതിരെയല്ലെന്ന് വിശദീകരിക്കണം. പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലറിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുന്നു. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇതൊരു പാർട്ടി കാര്യമാണെങ്കിൽ പോലും അതിൽ കൗതുകമുള്ള ചില രാഷ്ട്രീയ കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായാൽ അങ്ങോട്ട് തർക്കിച്ച് കൊളവാകരുത്, ഗൃഹസന്ദർശനം മറ്റൊരു പണിയായിട്ട് മാറരുത് എന്നുള്ളതാണ് ഈ സർക്കുലറിന്റെ ഉള്ളടക്കമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാവും. ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കൊള്ളയല്ല. UDFന്റെ കാലത്തും ഇത് നടന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക. അതേപോലെ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിലുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ പ്രസ്താവനകളൊക്കെ പൊതുവെ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ തർക്കിക്കുകയല്ല വേണ്ടത്. പകരം അത് വിശ്വാസികളോടുള്ളതല്ല, ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് സംഘടനകളോടുള്ള രാഷ്ട്രീയ വിമർശനമാണ് എന്നത് ബോധ്യപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങളാണ്. സർക്കുലർ വായിച്ച് പഠിച്ചിട്ട് പോകണം എന്നാണ് CPM പറയുന്നത്, അല്ലേ റോഷി? അരുൺകുമാർ, വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ കാരണം എന്താണെന്ന് CPM അന്വേഷിക്കുകയാണ്, ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഒരു തിരുത്തലിനുള്ള തുടക്കം കൂടിയാണത്. ജനങ്ങളിലേക്ക് ഇറങ്ങി ഓരോ വീടുകളിലും വീടിനകത്ത് കയറിയിരുന്ന ആ വീട്ടുകാരുമായി ആശയവിനിമയം നടത്തുക, ആ കുടുംബാംഗങ്ങളുടെ മുഴുവൻ അഭിപ്രായം തേടണമെന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. അവർ വിമർശനമാണ് ഉന്നയിക്കുന്നതെങ്കിൽ അവർ വിമർശനം ഉന്നയിക്കുന്നത് കേൾക്കണം. എന്തൊക്കെയാണ് അവർ പറയുന്നത്? അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെങ്കിൽ ആ കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. ഇനി അവർ അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ സംസാരിക്കണം. അങ്ങനെ കൃത്യമായ നിർദ്ദേശങ്ങളാണുള്ളത്. ഒപ്പം ജനങ്ങളിൽ നിന്നും ഉയരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങൾ കൂടി ആ സർക്കുലറിൽ കൊടുക്കുന്നുണ്ട്. ഒരു തരത്തിലും ആരെ വിഷമിപ്പിക്കരുത്, ആളുകളുടെ മനസ്സറിയുകയാണ് ഈ ഗൃഹസമ്പർക്കത്തിലൂടെ നടത്തേണ്ടത്. അതൊരു തിരുത്തലിനുള്ള ഒരു വഴി കൂടിയാക്കി CPM മാറ്റുകയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്താൻ വേണ്ടി ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ഭരണത്തിൽ തിരുത്തൽ വരുത്തണമെങ്കിൽ ആ തിരുത്തൽ, ഇതൊക്കെയാണ് ഗൃഹസന്ദർശനം വഴി ഉദ്ദേശിക്കുന്നത്. ഒരു കാരണവശാലും ഗൃഹസന്ദർശനം നടത്തുമ്പോൾ വീട്ടുകാർ വിമർശനമുയർത്തുമ്പോൾ അവരെ അങ്ങോട്ട് വിമർശിക്കാൻ പാടില്ല, അത് മുഴുവൻ കേൾക്കണം. അതാണ് വേണ്ടത്. വിമർശനങ്ങൾ അവർ ഉന്നയിക്കുമ്പോഴാണ് എന്തൊക്കെയാണ് തിരുത്തേണ്ടത് എന്ന് മനസ്സിലാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ CPMന്റെ നേതാക്കളെ പ്രാദേശികമായി ഗൃഹസന്ദർശനത്തിന് അയക്കുന്നത്. പ്രധാന നേതാക്കളടക്കം ഗൃഹസന്ദർശനത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ഒരു വ്യത്യസ്തമായ രീതിയാണ്. ഒരുപക്ഷെ CPMന് പോലെയുള്ള ഒരു വലിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം സാധിക്കുന്നതാണ്. വീട് സന്ദർശിക്കുന്നു, അവിടെ കാര്യങ്ങൾ കേൾക്കുന്നു. മാത്രവുമല്ല, അതിൽ പ്രത്യേക നിർദ്ദേശമുണ്ട്. ഒരു തവണ കയറിയാൽ പോരാ, വീട്ടിൽ അത് കൃത്യമായി എഴുതി സൂക്ഷിക്കണം. അവിടെ വീട്ടുകാരുടെ വിവരങ്ങൾ, അവരുടെ അഭിപ്രായങ്ങളടക്കം ഒരു നോട്ട്ബുക്കിൽ സൂക്ഷിച്ച് നിരന്തരം ആ വീടുകളുമായി ബന്ധം പുലർത്തണമെന്നതാണ്. കാരണം ഇനി തെരഞ്ഞെടുപ്പിന് ഏറെ നാളുകളില്ല. ഏതാണ്ട് ഒരു 3 മാസത്തിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പ് തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഓരോ വീട്ടുകാരുമായും CPMന്റെ പ്രവർത്തകരും നേതാക്കളും ആത്മബന്ധം പുലർത്തണം. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ മനസ്സിലാക്കണം. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. സർക്കാരിന്റെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ, വികസനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, കേന്ദ്ര സർക്കാരിനോടുള്ള നിലപാട്, വർഗീയ സംഘടനകളോടുള്ള നിലപാട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം, അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി സജ്ജമായിട്ടാണ് CPM നേതാക്കളും പ്രവർത്തകരും ഗൃഹസന്ദർശനത്തിന് പോകുന്നത്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് വേണം. രാഷ്ട്രീയ പ്രവർത്തകർ വീടുകളിൽ പോയി വീട്ടുകാരുടെ രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് മറുപടി പറയുക. അവർക്കിനി ചോദ്യങ്ങളില്ലെങ്കിൽ പോലും ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം അറിയുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇടതുപക്ഷം ചെയ്താലും ഐക്യജനാധിപത്യ മുന്നണി ചെയ്താലും വലതുപക്ഷം ചെയ്താലും അതിലൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ഒരു രീതിയാണത്. കുപ്രചരണങ്ങൾ പ്രചരിപ്പിക്കുകയല്ലോ. നേരിട്ട് നിങ്ങളുടെ നേതാക്കളും നിങ്ങൾ അറിയാവുന്ന ആൾക്കാരും നിങ്ങളോട് വന്ന് കാര്യങ്ങൾ വിശദീകരിക്കും. അവരോട് ചോദിക്കാനുള്ളത് ചോദിക്കുക, അവരിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പെരുമാറ്റച്ചട്ടമുണ്ട് ഗൃഹസന്ദർശനത്തിന്. ഗൃഹസന്ദർശനം വഴി തെരഞ്ഞെടുപ്പിൽ നേരിട്ട് തിരിച്ചടി പഠിക്കാനായിട്ട് പോയി കൂടുതൽ തിരിച്ചടി ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ സർക്കുലറിന്റെ ഉദ്ദേശം.